കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അരങ്ങ് കൊഴിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പവനായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. പെട്ടി നിറയെ ആയുധങ്ങളുമായിട്ടാണ് ചെന്നത്. കത്തി, കഠാര, തോക്ക്, കുന്തം, ശൂലം തുടങ്ങി കൈബോംബ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് വഴങ്ങി നമസ്കരിച്ച് തിരികെ പോന്നു. ഉടവാളും മടവാളും പൊതുവാളും വെച്ച് കീഴടങ്ങി. ഒരു പരാതി എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി ഇനി പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാഷ്ക്കും കൊടുക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി, ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ ഇവരെ ഒന്നും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തീരുമാനം പിണറായി വിജയൻ എടുത്തത് സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കാണാൻ വന്ന PV അൻവറിനെ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടത്. എത്ര ഉശിരോടെയാണ് വന്നത്! മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ ഒരു പുലിയായിരുന്നു, അല്ലെ പുലിയെപ്പോലായിരുന്നു. പക്ഷെ തിരിച്ചു വന്നത് ഒരു എലിയെപ്പോലെയാണ്. അതിനുശേഷം അൻവർ സാഹിബ് പത്രക്കാരോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം, എൻ്റെ പിന്നിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ്. വാസ്തവത്തിൽ അതാണ് സത്യം. അദ്ദേഹം വിചാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദനും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ അജിത് കുമാറിനും ശശിക്കുമെതിരെ കൊട്ടേഷൻ തന്ന CPM-ലെ ആളുകൾ, അവരുടെ സഹായവും അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ ഇതൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹം കീഴടങ്ങുകയാണ് ഉണ്ടായത്. മര്യാദയ്ക്കിരുന്നാൽ നന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാണണം, റാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കിക്കേ. വാസ്തവത്തിൽ ഈ ആരോപണങ്ങളെല്ലാം ചെന്നുകൊണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നെഞ്ചിലാണ്. അദ്ദേഹം നമ്മുടെ ADGP അജിത് കുമാറിനെ പറ്റി പറഞ്ഞത് അദ്ദേഹം ഈ ദാവൂദ് ഇബ്രാഹിമിന് സമനാണെന്നാണ്, അദ്ദേഹത്തെ പോലാണെന്നാണ്, ആരെ വേണമെങ്കിലും കൊല്ലിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഈ സ്വർണം പൊട്ടിക്കൽ അതുപോലെയൊക്കെയുള്ള ചില മാരകമായ കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹം വളരെ സജീവമാണെന്നാണ്. ഇദ്ദേഹത്തെ രക്ഷിക്കുന്ന ആരാ, അല്ലെ സഹായിക്കുന്ന ആരാ, അല്ലെ ഇതിൻ്റെയൊക്കെ പങ്കുപറ്റുന്ന ആരാ? നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി. ഒരു സാധാരണ പ്രതിപക്ഷ അംഗമല്ല ഇത് പറഞ്ഞത്. ഇടതുപക്ഷ MLA ആണ്, പാർട്ടിയുടെ സ്വതന്ത്ര MLA ആണ്. അങ്ങനെ അൻവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിച്ച അതിഗുരുതരമായ ഗൗരവതരമായ ആരോപണങ്ങളെല്ലാം വിഴുങ്ങിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം പത്രലേഖകരെ അഭിമുഖീകരിച്ചത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-യോ മാറ്റണമെന്ന് നമ്മളാരും ആവശ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ, മുഖ്യമന്ത്രി അതുപോലെ പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ അത്തരം ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. ആ ഒരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം എടുക്കുന്നത്. ഇന്നലെ വരെ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? മലപ്പുറത്ത് അദ്ദേഹം ഒരു പുലിയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എലിയായിട്ട് മാറി. ഒരു സഖാവെന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയാണ് താൻ ചെയ്തതെന്ന് അൻവർ പറയുന്നുണ്ട്. ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്വം എന്താ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്? പാർട്ടി നയിക്കുന്ന ഒരു സർക്കാരിനെ പൊതുസമൂഹത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണോ, അവമതിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണോ? അങ്ങനെയാണോ അദ്ദേഹം പ്രവർത്തിച്ചത്? അദ്ദേഹത്തിന് പൊതുസമൂഹത്തോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ ചെയ്തതുപോലെ ഒരു നിവേദനം, പരാതി സമർപ്പിക്കാമായിരുന്നു. പാർട്ടി സെക്രട്ടറിയോട് ഇക്കാര്യം പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പൊതുജനങ്ങളുടെ മുമ്പിൽ സർക്കാരിനെയും പാർട്ടിയെയും വലിച്ചിഴച്ച് ഇട്ടതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിച്ചതെന്ന്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? പിണറായിയുടേതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കും. അതാണ് ഇപ്പോൾ അൻവർ പ്രതീക്ഷ വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ സർക്കാരിൽ ഒരു ADGP ദാവൂദ് ഇബ്രാഹിമിന് തുല്യനാണെന്ന് പറഞ്ഞത്, സ്വർണം പൊട്ടിക്കുന്ന ആളാണെന്ന് പറഞ്ഞത്, കൊല്ലാൻ തയ്യാറാകുന്ന ആളാണെന്ന് പറഞ്ഞത്,
ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നടക്കുന്ന കാര്യങ്ങളാണോ? ആണോ? എന്നിട്ടിപ്പോൾ പറയുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സത്യസന്ധതയോടെ അന്വേഷിക്കുമെന്ന്. വാസ്തവത്തിൽ 2 ടേമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് സഖാവ് അൻവറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ പാർട്ടിയിലാണെങ്കിലും സർക്കാരിലാണെങ്കിലും എല്ലാറ്റിൻ്റെയും കൈകാര്യകർത്താവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്, ഏക മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരെക്കുറിച്ച് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ, അപവാദങ്ങൾ അങ്ങനെ തന്നെ പറയാം, അത് പൊതുസമൂഹത്തിൽ ഉന്നയിച്ചാൽ പിണറായിയെപ്പോലൊരാൾ അത് കേട്ടുകൊണ്ടിരിക്കും എന്ന് അൻവർ കരുതിയിടത്താണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്. പി ശശിയെയും അജിത് കുമാറിനെയും മാറ്റണോ എന്നൊക്കെ പത്രലേഖകർ ചോദിച്ചപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിയെ നടക്കട്ടെ എന്നാണ് അൻവർ പറഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ ദൗത്യത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. അദ്ദേഹം വിചാരിച്ചത് ആ ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ശശിയും അതുപോലെ അജിത് കുമാറും ഒക്കെ അവരുടെ പദവികളിൽ നിന്ന് മാറി അന്വേഷണത്തെ നേരിടേണ്ടി വരുമെന്നാണ്. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത്. ഇനിയൊരു ചോദ്യം ഉയരാം, അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? ഒരു ഘട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. പാർട്ടിക്ക് വിധേയനായി, പിണറായിക്ക് വിധേയനായി അദ്ദേഹം ഒരു MLA ആയിട്ട് തുടരുക എന്നതിനപ്പുറത്ത് ഈ പോരാട്ടവുമായിട്ട് ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അൻവറിൻ്റെ അധ്യായം ഇവിടെ കഴിയുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷേ CPM-നുള്ളിൽ ഇത് ചില തുടർ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ രാവിലെ പിണറായി വിജയനും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷും ഒക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ അൻവറിനൊപ്പമാണെന്നൊരു ധാരണയാണ് ഉണ്ടായത്. പക്ഷേ അൻവറിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന ഒരു ബോധ്യമുണ്ടായതിനെ തുടർന്നാണ് പിണറായി വിജയൻ്റെ ആ നിലപാടിൽ മാറ്റമുണ്ടായത് എന്ന് വേണമെങ്കിൽ കരുതാം. ഇത് അൻവർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരോ തന്നെ ഉന്നം വയ്ക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരുപക്ഷേ പാർട്ടിയുടേതായ ഒരു ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ഇതാരൊക്കെയാണെന്നുള്ള സൂചനകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ശശിക്കും അജിത് കുമാറിനും എതിരെ വന്ന ഈ ആരോപണങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ അദ്ദേഹം തീരുമാനിച്ചത്. കാരണം ഈ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം അവിടെ ഇട്ട് അലക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അൻവറിനെ മുൻനിർത്തി അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്ത ആളുകൾ ചില ശ്രമങ്ങൾ നടത്തിയത്. അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്ന് നടക്കുന്ന സമ്മേളനങ്ങളിൽ ഇതങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിനോ എതിരായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ ഭീമമായ പരാജയത്തെ തുടർന്ന് അത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ ചർച്ച ഉണ്ടായപ്പോൾ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായതാണ്. സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, എന്തിന് മുഖ്യമന്ത്രിയുടെ തന്നിഷ്ടം നിറഞ്ഞ പ്രവർത്തന ശൈലിയെക്കുറിച്ച് പോലും ആരോപണങ്ങൾ ഉണ്ടായി. ആരും അതിൽ നിന്ന് ഭയന്ന് നിൽക്കാതെ പാർട്ടി സമിതികളിലെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇനി നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ അത് ഉണ്ടായിക്കൂടുന്നില്ല. അപ്പോൾ ശശിയെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വലിയ സ്കോപ്പ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, അതിന് തടയിടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ നിലപാട് അല്ലെങ്കിൽ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ അൻവർ ഇനി ഒരു പോരാട്ടത്തിനുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം കുടം തുറന്നു വിട്ട ഭൂതങ്ങൾ അത് ഇനിയും വരും ദിവസങ്ങളിൽ CPM-ന് തലവേദന ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.